പ്രിയമുള്ളവരെ, പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ തന്നെ മത്സരിപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയെന്നൊരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പത്മജ വേണുഗോപാലും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. താൻ തൃശൂരിൽ തന്നെ മത്സരിക്കുമെന്നാണ് പത്മജ പറയുന്നത്. ഒപ്പം സുരേഷ് ഗോപി തനിക്ക് സഹോദര തുല്യനാണ്. സുരേഷ് ഗോപി പറഞ്ഞാൽ താൻ തൃശൂരിൽ മത്സരിക്കും എന്നാണ് പത്മജ വേണുഗോപാൽ അടിവരയിട്ട് പറയുന്നത്. പത്മജ വേണുഗോപാൽ എന്തായാലും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ലീഡർ കരുണാകരൻ്റെ മകൾ എന്നൊരു പരിഗണന, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ കിട്ടുന്ന വോട്ട്, ഒപ്പം തനിക്കും തൃശ്ശൂരിൽ കിട്ടുന്ന സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തിഗതമായ വോട്ട്, ഇതെല്ലാം ചേർന്ന് തൃശ്ശൂരിൽ വിജയിക്കുവാൻ കഴിയുമെന്നാണ് പത്മജ വേണുഗോപാലും ഒപ്പം ബി.ജെ.പി നേതൃത്വവും വിലയിരുത്തുന്നത്. പക്ഷേ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് അത് അല്പം വ്യാമോഹമല്ലേ എന്ന ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ സീറ്റ്, താൻ എം പി ആയിരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ സീറ്റ് അധികമൊന്നും ഉയർത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ 6 സീറ്റ് ഉണ്ടായിരുന്നത് 8 സീറ്റായി വർദ്ധിപ്പിക്കുവാൻ മാത്രമേ സുരേഷ് ഗോപിക്ക് കഴിയുന്നുള്ളൂ. അതിലൊരു സീറ്റ്, കോട്ടപ്പുറം സീറ്റ്, 745 വോട്ടുകൾ കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെയും സ്ഥാനാർത്ഥികൾ സമാംസമം വോട്ട് വന്നതിൻ്റെ പേരിൽ ടോസ് ഇട്ട് നേടിയ ഒരു സീറ്റാണ്. അങ്ങനെയാണ് 8 സീറ്റ് ബി.ജെ.പിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ലഭിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി എം പി ആയിരിക്കുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ സീറ്റിൽ ഒരു ജില്ലാ പഞ്ചായത്തോ ഒരു ബ്ലോക്ക് പഞ്ചായത്തോ ഒരു പഞ്ചായത്തോ പോലും ബി.ജെ.പിക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഒരു പഞ്ചായത്തും ബി.ജെ.പിക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല. അത് ആകെ തൃശ്ശൂർ ജില്ലയിൽ ബി.ജെ.പി വിജയിക്കുന്ന ഒരു പഞ്ചായത്ത് തിരുവല്ലോമല പഞ്ചായത്താണ്. അതാകട്ടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുമാണ്. അതായത് സമ്പൂർണ്ണമായും ബി.ജെ.പി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ പരാജയമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിൻ്റെ ഒരു അവലോകനം, തനിക്ക് തൻ്റെ വ്യക്തിഗതമായ വോട്ടുകളും അതുപോലെ ലീഡർ കരുണാകരൻ്റെ മകൾ എന്ന വോട്ടും സുരേഷ് ഗോപിയുടെ വ്യക്തിത്വവും ഒക്കെ ചേർന്ന് വിജയിക്കുവാൻ കഴിയുമെന്നത് എന്തായാലും അത് ശരിയായ ഒരു വിലയിരുത്തൽ അല്ല എന്ന് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഗുരുവായൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി 6 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന ഇടത്താണ് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ഒരു പഞ്ചായത്ത് പോലും ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടാകുന്നത്. കോർപ്പറേഷനിൽ 2 സീറ്റ് മാത്രം അധികം നേടുവാൻ പറ്റുന്ന ഒരു സവിശേഷയും ഉണ്ടാകുന്നത് എന്നത് പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും സുരേഷ് ഗോപി എന്നൊരു വ്യക്തിത്വത്തിൻ്റെ ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുച്ച് കാണുവാൻ സാധ്യമല്ല. 2019 ലോക്സഭയിൽ അദ്ദേഹം പരാജയപ്പെട്ട് 3-ാം സ്ഥാനത്ത് എത്തിയതിനു ശേഷവും അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് 2021 അദ്ദേഹം തൃശ്ശൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് വിഹിതം വലുതായി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത്. 2016 ബി ഗോപാലകൃഷ്ണൻ 24,748 വോട്ടാണ് തൃശ്ശൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പിക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. അതാണ് ബി.ജെ.പിയുടെ യഥാർത്ഥ വോട്ട് എന്ന് നമുക്ക് വ്യക്തമാണ് തൃശ്ശൂരിൽ. പക്ഷേ സുരേഷ് ഗോപി വരുമ്പോൾ 2021 40,457 വോട്ടായി വികസിക്കുന്നുണ്ട്. അത് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വവും അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് നേടിയ വോട്ടുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2021 കടുത്ത ത്രികോണ മത്സരത്തിന് ഒടുവിലാണ് പി ബാലചന്ദ്രനോട് പത്മജ വേണുഗോപാൽ 946 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നത്. 3-ാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയും 1-ാം സ്ഥാനത്തുള്ള പി ബാലചന്ദ്രൻ തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം വളരെ 3500-4000 വോട്ടുകൾക്ക് അകത്ത് മാത്രമാണ്. അതായത് കടുത്ത ഒരു മത്സരം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ 2011 തേറമ്പിൽ രാമകൃഷ്ണൻ 16,169 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിലാണ് പത്മജ വേണുഗോപാൽ 2016 മത്സരിക്കാൻ വരുമ്പോൾ 6,987 വോട്ടുകൾക്ക് തോക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് അവർ തിരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ മുകുന്ദപുരത്ത് ഏത് കുറ്റിച്ചൂലിനെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുവാൻ നിയോഗിച്ചാലും വിജയിച്ചു വരുന്ന മുകുന്ദപുരത്ത് പരാജയപ്പെട്ട ഒരു പാരമ്പര്യമാണ് പത്മജ വേണുഗോപാലിനുള്ളത്. നമ്മൾ 2011 ഇലക്ഷൻ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കാം. കാരണം അവിടെ 2016 മത്സരിച്ചത് സുനിൽകുമാർ ആയിരുന്നു. തൃശ്ശൂരിൽ വളരെ ജനകീയനായ സ്വീകാര്യനായ CPI നേതാവാണ് എന്ന് ന്യായീകരിക്കാം. പക്ഷേ 2021
പത്മജ വേണുഗോപാൽ അവിടെ പരാജയപ്പെടുന്നു. 946 വോട്ടുകൾക്കാണ് എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ ആ മണ്ഡലം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തം. കാരണം പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ പറയുമായിരിക്കും കുതികാൽ വെട്ട്, പിന്നിൽ നിന്ന് കാലുവാരി ഒക്കെ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിച്ചു എന്ന്. പക്ഷേ അത് ജനാധിപത്യ സംവിധാനത്തിൽ സാധാരണമാണ്. മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ വരെ അങ്ങനെ കാലുവാരലിൻ്റെ ഫലമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ കരുനാഗപ്പള്ളിയിലിട്ട് എടുക്കുകയാണെങ്കിൽ CR മഹേഷിൻ്റെ ഒക്കെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹം ഈ കാലുവാരലുകളൊക്കെ അതിജീവിച്ചാണ് ആദ്യം പരാജയപ്പെട്ടു എങ്കിലും രണ്ടാമത് വിജയിച്ചു വന്നത്. പക്ഷേ പത്മജ വേണുഗോപാലിന് അത്തരം നേതൃഗുണങ്ങളോ ജനങ്ങളുമായിട്ട് ഇടപഴകുവാനുള്ള ഒരു നേതൃഗുണമോ ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ 3-ാം സ്ഥാനത്തേക്ക് എത്തുവാൻ തന്നെയാണ് സാധ്യത എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ പഴയതുപോലെയുള്ള ഒരു ജനസ്വാധീനമില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാബിനറ്റ് പദവി കിട്ടുമെന്ന് തൃശ്ശൂർക്കാർ വ്യാമോഹിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കേവലം അപ്രസക്തമായ ഒരു സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത്. എയിംസ് ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഴയ ഒരു ജനസ്വാധീനം തൃശ്ശൂരില്ല എന്ന് തന്നെയാണ് BJPയുടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പരാജയം കൊണ്ട് വ്യക്തമാകുന്നത്. മാത്രമല്ല ലോക്സഭയിൽ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്കും BJPക്കും അനുകൂലമായി പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതൊക്കെയും നമ്മൾ സംയോജിപ്പിച്ച് നോക്കുമ്പോൾ എന്തായാലും പത്മജ വേണുഗോപാൽ 3-ാം സ്ഥാനത്ത് തന്നെ 2026 തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചാലും എത്തും എന്ന ഒരു സവിശേഷതയാണുള്ളത്. UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എന്തായാലും സന്ദീപ് വാര്യരായിരിക്കും എന്ന നിഗമനത്തിലാണ്. LDFനാണെങ്കിൽ സുനിൽകുമാറിൻ്റെ പേരിനാണ് മുൻഗണന. സുനിൽകുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ അദ്ദേഹം MLA ആയിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അന്ന് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയുമൊക്കെ ആയിരുന്നു. സുനിൽകുമാർ വരികയാണെങ്കിൽ സുനിൽകുമാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കും നടക്കുന്നത്. വലിയ വോട്ടുകളുടെ അന്തരത്തിൽ പത്മജ വേണുഗോപാൽ 3-ാം സ്ഥാനത്തേക്ക് എത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഒരു ചിത്രത്തിൽ UDFന് മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും സന്ദീപ് വാര്യർ അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അവിടെ ശിവകുമാർ എന്ന ഒരു യാഥാർത്ഥ്യം അത് ഇങ്ങനെ നിൽപ്പുണ്ട്. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരുപാട് വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിയും എന്ന ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് അത് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹം പിന്നോക്കം പോയി സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കുമ്പോൾ എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. എന്തായാലും തൃശ്ശൂർ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനെ BJP പരിഗണിക്കുമ്പോൾ മുൻപുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ അവലോകനം ചെയ്യുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് തന്നെ അവർ BJPയെ കൊണ്ട് ചെന്നെത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.